ാവട്ടെ. ആ പരിശുദ്ധ റമദാൻ നമുക്ക് അനുഗ്രഹത്തിന്റെ മാസങ്ങളാണ്. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കള് പരിശുദ്ധമായ റജബ് മാസം വന്നാൽ അല്ല വിശുദ്ധമായ റമദാൻ ഷരീഫ്, ആ റമദാനിനെ മുൻനിർത്തിക്കൊണ്ട് മഹാന്മാര് ജീവിതത്തിലുടനീളം കരയുകയാണ്. റമദാനിന്റെ വെളിപ്പാടകരെയുള്ള 5 മാസക്കാലം അവർ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നോ? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ വെളിപ്പാടകരെ എത്തി നിൽക്കുന്ന റമദാൻ, ആ റമദാനിൽ എത്തപ്പെടാതെ, ആ റമദാനിൽ എന്റെ പാപം കരിച്ചു കളയാതെ, ആ റമദാനിനെ വരവേൽക്കാൻ കഴിയാതെ എന്നെ മരിപ്പിക്കരുതെന്ന് റബ്ബിനോട് കരഞ്ഞു യാചിച്ച മഹാന്മാർ ആ റമദാൻ ആഗതമായി കഴിഞ്ഞാൽ ദാഹിച്ചു വാങ്ങിയ റമദാനാണ്, യാചിച്ചു വാങ്ങിയ റമദാനാണ്. വിശന്നെത്തിയവന്റെ കയ്യിലേക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തിൽ നിന്നൊരു വച്ച് വെറുതെ ആകാത്തതുപോലെ, ദാഹിച്ചവന്റെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം വെറുതെ ആകാത്തതുപോലെ അല്ലാഹുവിൽ നിന്ന് കരഞ്ഞു യാചിച്ചു വാങ്ങിയ റമദാനിന്റെ രാപ്പകലുകള് ഒരു സെക്കൻഡ് പോലും അവർ വെറുതെ ആക്കിയില്ല. അതേ മഹാന്മാരുണ്ടല്ലോ റമദാൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 5 മാസക്കാലം കരച്ചിലിൽ തന്നെയാണ്. 6 മാസവും അവർ കരച്ചിലാണ്. എന്തിനാണ് അവർ കരയുന്നതെന്നോ? അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. 5 മാസം മുമ്പ് റബ്ബിൽ നിന്ന് കരഞ്ഞു വാങ്ങിയ റമദാനിന്റെ രാപ്പകലുകളിൽ ഞാൻ ചെയ്തത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? ആ റമദാൻ എനിക്ക് അനുകൂലമായിട്ടുണ്ടോ? ആ റമദാൻ എനിക്ക് പ്രതികൂലമായിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് റമദാനിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാന്മാർ, അല്ലാഹു അത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ശഅബാനിൽ നമുക്ക് ബർക്കത്ത് നൽകട്ടെ. അതുപോലെ റജബിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് കിട്ടിയവരിൽ നമ്മെയും ദുആ കൊണ്ട് കടപ്പെട്ടവരെയും റബ്ബ് ഉൾപ്പെടുത്തി തരട്ടെ. റമദാനിനെ സ്വാഗതം ചെയ്യാനുള്ള സൗഭാഗ്യം റബ്ബ് തരട്ടെ. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിച്ച റമദാൻ മുഴുവനോ ആഖിറത്തിൽ റബ്ബ് അനുകൂലമാക്കി തരട്ടെ. ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാനോ വരവേൽക്കുവാനോ ആഖിറത്തിലേക്ക് സമ്പാദ്യം